വയനാട് വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ. വൈത്തിരി താലൂക്കിൽപ്പെട്ട കുപ്പാടിത്തറയിലെ വാഴത്തോട്ടത്തിലാണ് കടുവയെ കണ്ടത്. വിശദാംശങ്ങളുമായി അനൂപ് വർഗീസ് ചേരുന്നു. അനൂപ്, വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതേസമയം പുതുശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം കർഷകനെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ഇന്ന് രാവിലെയോടുകൂടിയാണ് കുപ്പാടിത്തറയിലെ ഒരു വാഴത്തോട്ടത്തിനുള്ളിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞത്. തുടർന്ന് വിവരം അറിയിച്ചതനുസരിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. പുതുശ്ശേരിയിലെ കടുവയാണോ ഇതെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കിലോമീറ്ററുകൾക്കപ്പുറത്താണ് ഈ പുതുശ്ശേരി എന്ന സ്ഥലമുള്ളത്. ഇത് വൈത്തിരി താലൂക്കിലാണ് ഉള്ളത്. ഏതായാലും വലിയ ആശങ്കയിൽ തന്നെയാണ് വയനാട് പൊതുവെ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് പുതുശ്ശേരിയിൽ കർഷകനെ തന്റെ തോട്ടത്തിൽ വെച്ച് കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ വൈത്തിരി താലൂക്കിലും കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്ന് രണ്ടാം ദിനവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കുങ്കി ആനകൾ അടക്കമുള്ള 30ഓളം സംഘങ്ങൾ ചേർന്നിട്ടായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇതുവരെയും കടുവയുടെ സാന്നിധ്യം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഉൾവനത്തിലേക്ക് കടുവ പോയിരിക്കാമെന്ന നിഗമനത്തിലാണ് ഫോറസ്റ്റ് അധികൃതരുള്ളത്. എന്നാൽ ഇപ്പോഴാണ് കടുവയെ വീണ്ടും വൈത്തിരി താലൂക്കിൽ കടുവയെ കണ്ടു എന്ന ആശങ്ക അറിയിച്ചിരിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങളെല്ലാം ആശങ്കയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും വാഴത്തോട്ടത്തിനുള്ളിൽ നിരവധി പേരാണ് കടുവയെ കണ്ടു എന്ന് പറയുന്നത്. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും DFO സജ്ന കരീമിന്റെ നേതൃത്വത്തിലുള്ള വനപാലക സംഘം ഇപ്പോൾ സ്ഥലത്തുണ്ട്. പരിശോധന തുടരുകയാണ്. വൈത്തിരി താലൂക്കിൽപ്പെട്ട കുപ്പാടിത്തറയിലെ വാഴത്തോട്ടത്തിലാണ് കടുവയെ കണ്ടതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അതേസമയം പുതുശ്ശേരി വെള്ളാരം കുന്നിൽ കർഷകനെ കൊന്ന കടുവയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് അനൂപാണ്.